ഇപ്പോൾ വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ പോയ PC ജോർജിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുകയാണ്. ജോർജ് ഇന്ന് കീഴടങ്ങും എന്ന വിവരമാണ് പറഞ്ഞിരുന്നത്. ഈരാറ്റുപേട്ട SHO KJ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് PC ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. പ്രകടനം നടത്തരുത് എന്ന നിർദ്ദേശം പോലീസ് നൽകി എന്ന സൂചനകളൊക്കെയാണ് വരുന്നത്. PC ജോർജിന്റെ വീട്ടിൽ എത്തി പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള തീരുമാനമായിരുന്നു. BJPയുടെയൊക്കെ ശ്രമം അത്തരത്തിലായിരുന്നു. ഇപ്പോൾ PC ജോർജിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുകയാണ്. ജോസി ബാബു വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ജോസി, വിശദാംശങ്ങൾ എന്താണ്? സ്നേഹ, PC ജോർജ് ഇന്ന് കീഴടങ്ങുമെന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം നേരത്തെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ PC ജോർജ് കീഴടങ്ങാനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുകയാണ്. കുടുംബാംഗങ്ങൾ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പോലീസിന് കത്ത് നൽകുകയും PC ജോർജ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇത് PC ജോർജിന്റെ മകന്റെ പ്രതികരണം വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൺ അവിടെ പാർട്ടി ലീഡേഴ്സ് ഉണ്ടല്ലോ, അവർ സംസാരിക്കട്ടെ. അവർ പറയും ജോസി, ഷോൺ ജോർജ് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല അല്ലേ? ഇല്ല, ഷോൺ പറയുന്നില്ല. BJP നേതാക്കൾ പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. BJP മധ്യമേഖല പ്രസിഡന്റ് N ഹരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പോലീസ് വന്ന നടപടിയെ BJP എങ്ങനെയാണ്? നിങ്ങളോട് പ്രകടനം നടത്തരുതെന്ന് പറഞ്ഞു. പ്രകടനം നടത്തണോ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്താണോ തീരുമാനിക്കുന്നത്, ഒരു പാർട്ടിയെ സംബന്ധിച്ച് എന്താണോ തീരുമാനിച്ചത് അത് നടപ്പാക്കും. അതായത് പോലീസല്ല അതിന് പ്രകടനത്തിന് അനുവാദം തരേണ്ടത്, പോലീസല്ല. പ്രകടനം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരുമായി ആലോചിച്ച് ചെയ്യും. അദ്ദേഹം അവിടെ ഹാജരാകാവുന്ന നേരത്തെ തന്നെ അവിടെ പറഞ്ഞ് നമ്മൾ അവിടെ അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്, പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നടത്തുന്നത് ചില ആളുകളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില താല്പര്യങ്ങളും ഈ തിരക്കഥയുടെ ഭാഗമായി ബാക്കി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരവരുടെ പണി ചെയ്യട്ടെ. അവർക്ക് പരമാവധി ആ ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് ഈ സമയത്താണ് ഇവിടെ വന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അവർക്കും കൃത്യമായി കാര്യങ്ങൾ അറിയാം. പക്ഷേ ഞങ്ങൾ എന്തൊക്കെയോ വരുത്തിച്ച് ഞങ്ങൾ കാണാൻ ഇതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ബാക്കിയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂടി തീരുമാനിച്ച് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യും. അല്ലതോ, ഞങ്ങൾ എല്ലാവരുടെ കൂടി ആലോചിക്കും. ആലോചന ശേഷം ഈ കാര്യം തീരുമാനിക്കും. അല്ല, സംഘർഷ സാധ്യത എന്ത് സംഘർഷം? ആരുമായിട്ടാണ് സംഘർഷം? ആരുമായിട്ടാണ് സംഘർഷം? ഒരു വേറൊരു പാർട്ടിയായിട്ടുള്ള പ്രശ്നം ഇല്ല ഇവിടെ. ഇവിടെ പോലീസാണ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ലേ പോകുന്നുള്ളൂ. വേറൊരു സംഘർഷം ഇവിടെ ഇല്ലല്ലോ. എന്ത് സംഘർഷം ഇവിടെ ഉള്ളൂ? വേറെ സംഘർഷവും ഇല്ല. ആരുമായിട്ടാണ് സംഘർഷം? ഇപ്പോൾ രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള സംഘർഷമില്ല, സമുദായ സംഘർഷമില്ല. പിന്നെ എങ്ങനെ സംഘർഷം വരും? സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലീസാണ്. പോലീസ് പറയുന്നത് അതൊരു പ്രീണനപരമായിട്ടുള്ള സംസാരം തന്നെയായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ആളുകൾ കൂട്ടം കൂടുമ്പോൾ ഉണ്ടാകുമ്പോൾ അതൊന്നും ഒഴിവാക്കേണ്ടതല്ലേ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പോലീസിനോട് പറയാത്ത കാര്യം പോലീസ് എന്തിനാ തിരക്കഥ ഉണ്ടാക്കി എഴുതി വായിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ തീരുമാനിച്ച് പറയുമല്ലോ ഈ കാര്യം. ഇന്നെന്തായാലും ഹാജരാകുമല്ലേ? എന്തായാലും സ്നേഹ, BJP നേതൃത്വം വ്യക്തമാക്കുന്നത് ഇന്ന് അങ്ങനത്തെ ഒരു മുൻകൂട്ടി ഒരു പ്രകടനമൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. എന്തായാലും നേതാക്കൾ കൂടി ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. PC ജോർജ് ഇന്ന് ഹാജരാകുന്ന കാര്യവും അല്പസമയത്തിനകം അവർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ പോലീസ് ഇവിടെ വന്ന് പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിക്കുകയെന്നാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് വീണ്ടും സങ്കീർണമാകുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘർഷം ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണം, അല്ലെങ്കിൽ PC ജോർജിന്റെ അറസ്റ്റ് പൂർത്തിയാക്കണമെന്നുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നേരിട്ടെത്തി ഇത്തരത്തിലൊരു പ്രകടനം നടത്താൻ പാടില്ല എന്ന് അറിയിച്ചിരുന്നത്. നേരത്തെ തന്നെ ഇവിടെ നമുക്കറിയാൻ കഴിഞ്ഞത് കൂടുതൽ നേതാക്കളോട് 9:00 കൂടി ഇവിടെ എത്തിച്ചേരണമെന്നും ഇവിടെ നിന്ന് പ്രകടനമായി PC ജോർജുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കീഴടങ്ങുന്നതിനുള്ള നടപടികളുമായിരുന്നു പാർട്ടി നേതൃത്വവും നേതാക്കളും ആലോചിച്ചിരുന്നത്. എന്തായാലും അക്കാര്യത്തിലൊരു ഔദ്യോഗിക പ്രതികരണം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ നൽകുമെന്നാണ് ഇപ്പോൾ മധ്യമേഖലാ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 5-നാണ് ഈ വിവാദമായ പരാമർശം PC ജോർജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ സംസ്ഥാനത്തുടനീളമുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വന്നു. പിന്നീട് 9-ാം തീയതി കൂടി ഈരാറ്റുപേട്ട പോലീസ് യൂത്ത് ലീഗിന്റെ പരാതിയിൽ കേസെടുത്തു. ആ കേസിന് പിന്നാലെ നിരവധി തവണ മുൻകൂർ ജാമ്യാപേക്ഷയുമായി
കോടതിയെ സമീപിച്ചു പി സി ജോർജ്. കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അപ്പോഴാണ് അറസ്റ്റിന് സാധ്യത തെളിഞ്ഞത്. ആദ്യഘട്ടത്തിൽ നിർബന്ധിച്ച് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് വീട് വളഞ്ഞുള്ള ഒരു അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ആദ്യ വിവരം ലഭിച്ചിരുന്നത്. പിന്നീട് DGPയുടെ ഓഫീസ് അറസ്റ്റിന് അനുമതി നൽകുകയും അറസ്റ്റിനുള്ള സാധ്യത തെളിയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പി സി ജോർജ് മുങ്ങിയത്. പിന്നീട് പി സി ജോർജ് ഈരാറ്റുപേട്ട പോലീസിന് ഒരു കത്ത് നൽകി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ലെന്നും തിങ്കളാഴ്ച, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാകാമെന്നുമായിരുന്നു നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരം ഒരു കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഇനിയെങ്കിലും നീതി പുലരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നതെന്നാണ് പരാതിക്കാരായ യൂത്ത് ലീഗ്. ജോസെ, ഇതിപ്പോൾ കീഴടങ്ങുന്നതിന് മുൻപ് നാടകീയമായ ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് പാർട്ടിക്കും പി സി ജോർജിനും ഒരു മൈലേജ് ആകും. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോലീസ് കടക്കുമോ, അതോ കീഴടങ്ങുന്നതിന് കാത്തിരിക്കുമോ? പി സി ജോർജ് കത്ത് നൽകിയ പശ്ചാത്തലത്തിൽ പി സി ജോർജ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഒരു ആക്ഷനിലേക്ക് കടക്കാത്തതെന്നാണ് പോലീസ് പറയുന്നത്. കാരണം അത്തരമൊരു പോലീസ് നടപടി ഉണ്ടായാൽ അതിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പി സി ജോർജ് നിരുപാധികം കീഴടങ്ങട്ടെ എന്നുള്ള നിലപാടിലാണ് പോലീസ് ഉള്ളത്. ഒരുപക്ഷെ പി സി ജോർജ് വീട്ടിലെത്തി ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തി സ്റ്റേഷനിലേക്ക് പോകുവാനും മറ്റും ഒരു ശ്രമമുണ്ടായാൽ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ആ സാധ്യതയാണ് പോലീസ് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പ്രകടനം നടത്താൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഈരാറ്റുപേട്ട SHO KJ തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. KJ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തി BJP നേതാക്കളുമായി ആശയവിനിമയം നടത്തി. എന്തായാലും ഇത് പോലീസിന്റെ ഇടപെടൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ചില ആളുകളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ഈ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെയും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാൻ ഉയർന്നു വരാനുള്ള സ്വാഭാവികമായ സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഈ അല്പസമയത്തിനകം പി സി ജോർജ് ഇവിടെ എത്തിയേക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പി സി ജോർജ് ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷം പ്രകടനമായി ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹാജരാകാനുള്ള സാധ്യതയും ഉണ്ട്. ഈ സാധ്യതകളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രകടനത്തിന് പോലീസ് എന്തായാലും അനുമതി കൊടുക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പ്രകടനം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പ്രകടനം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ പ്രകടനം നടത്തും എന്നുള്ള നിലപാടിലാണ് BJP നേതാക്കളും പ്രവർത്തകരുമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രശ്നരഹിതമായി അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസ് ശ്രമിക്കുക. എന്തായാലും അറസ്റ്റിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഈരാറ്റുപേട്ടയിലെ വീടിന് പരിസരത്തും അതോടൊപ്പം പോലീസ് സ്റ്റേഷൻ പരിസരത്തും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ പി സി ജോർജ് ഇന്ന് തന്നെ കീഴടങ്ങുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും. സ്നേഹ, എപ്പോൾ വീട്ടിലേക്ക് എത്തും, എപ്പോൾ കീഴടങ്ങും എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള അറിയിപ്പുകളും ഒന്നും തന്നെ കുടുംബത്തിന്റെയും ഈ പാർട്ടിക്കാരുടെയും ഭാഗത്തുനിന്നൊന്നും വരുന്നില്ല അല്ലേ ജോസി ഈ ഘട്ടത്തിൽ? സ്നേഹ, ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പോകാമെന്ന് കരുതുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ മാധ്യമങ്ങളെ കാണുകയാണ്. അപ്പോൾ പി സി ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത്, ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടി എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള പി സി ജോർജിന്റെ നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. BJP പ്രകടനം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല, BJP പ്രകടനം നടത്തുന്നില്ല. അല്ല, അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. BJP ഇപ്പോൾ മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ വരും, പോലീസ് എത്ര വേണം വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ പി സി ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഏതർത്ഥത്തിലും എടുക്കാം. പരാമർശത്തിലല്ല. പി സി ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശത്തിന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കും ലാഭിഷ്ടപ്പെട്ട് നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടി എടുത്തു? അവലും മലരും കുന്തിരിക്കും കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടി എടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. പി സി ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുക്കുന്ന ഒരു സമൂഹം.
അങ്ങനെ പി സി ജോർജിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, അപ്പം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ പറഞ്ഞതിന്റെ മറുപടി പറ. ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി. എന്ത് നടപടിയെടുത്തു? മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ പോലീസ് കോടതിയുടെ പരാമർശം ഞാനൊന്നും പറയുന്നില്ല. അത് പറയാൻ ഞാൻ ആളായിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും ഒരുപോലെയാണ്. 2 ജില്ലാ പ്രസിഡന്റുമാരുടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇന്ന് തന്നെ അദ്ദേഹം കീഴടങ്ങും, ഹാജരാകും. കീഴടങ്ങുന്നൊരു വാക്ക് ഉപയോഗിക്കാൻ എന്തായാലും അദ്ദേഹം തയ്യാറല്ല. ഹാജരാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാജരാകാനാണ് പോകുന്നത്. രഞ്ജിത്ത് അഭിനയിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ കാണുന്നു. അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷം BJPയുടെ നീക്കങ്ങൾ ഏതെതിരായി പറയാം, നിങ്ങളോട് വെയിറ്റ് ചെയ്യും. എന്നതിൽ എന്തെങ്കിലും വ്യക്തത വരുത്താം. അല്ല, ഞങ്ങളിവിടെ ചേട്ടാ ഞങ്ങളിവിടെ കാണുന്നു. ഞാനിപ്പോ സാധാരണ ഞങ്ങൾ വീട്ടിൽ ഒരു ഉമ്മറത്തിരിക്കാറ് ഞങ്ങളിവിടെ കാണുന്നില്ല. അപ്പൊ BJP നേതാക്കന്മാരോടും ചോദിക്കാൻ വെച്ചിട്ട് എവിടെയാണെന്ന് ഞാനിവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ അതിന്റെ അകത്തേക്ക് കയറിക്കോട്ടെ. ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അവിടുന്ന് പറയും. ഞാനൊന്ന് അകത്ത് കയറട്ടെ, ചോദിക്കട്ടെ. BJP നേതാക്കൾക്ക് പോലും അറിയില്ല. ഇതാണ് അവർക്ക് പറയാനുള്ള. BJP നേതാക്കൾ പി സി ജോർജിന്